Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച യു.ഡി.എഫിന്റെ പുതുയുഗ യാത്രയ്ക്ക് 5 ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തോടെ ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിക്കുന്നതിനുമായി 5 വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ഇതോടെ കർണാടകയിലും തെലങ്കാനയിലും അധികാരം പിടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ച ക്ഷേമ പദ്ധതികൾ കേരളത്തിലും ഫലം കാണുമോ എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഉയരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പെന്ന സെമി ഫൈനലിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന ഫൈനലിലും ആവർത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതുയുഗയാത്ര ഫെബ്രുവരി 6-ന് കാസർഗോട്ടെ കുമ്പളയിൽ നിന്നും പ്രയാണം തുടങ്ങിയത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ യാത്ര 121 പൊതുസമ്മേളനങ്ങളും സംവാദങ്ങളും സംഘടിപ്പിച്ചു. കുറ്റ്യാടിയിലെ സ്നേഹത്തള്ളൽ ഉൾപ്പെടെ വിവാദങ്ങളുണ്ടായെങ്കിലും മികച്ച ജനകീയ പിന്തുണ യാത്രയ്ക്കുണ്ടെന്ന വിലയിരുത്തൽ LDF ക്യാമ്പിൽ നിന്ന് പോലും ഉണ്ടായി. ഒരു മാസത്തിനു ശേഷം യാത്ര ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് സമാപിച്ചപ്പോൾ UDF നേതാക്കളിൽ കണ്ടത് ആത്മവിശ്വാസത്തിന്റെ ഉറച്ച സ്വരം. 100 സീറ്റോടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തലയും ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത തയ്യാറെടുപ്പോടുകൂടി UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു. ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന, രാജ്യം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയോ കേരള മോഡൽ, അതാണ് UDFന്റെ വാക്ക്. എന്നാൽ കേരള രാഷ്ട്രീയം കാത്തിരുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കാണ്. US വ്യാപാര കരാറും എപ്സ്റ്റീൻ ഫയൽസും ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചാണ് രാഹുൽ പ്രസംഗം തുടങ്ങിയത്. മോദിയെ നിയന്ത്രിക്കുന്നത് ട്രംപാണെന്നും അതുപോലെ മോദി പിണറായിയെ നിയന്ത്രിക്കുന്നുവെന്നും പറഞ്ഞ് വിമർശനമുന LDFിലേക്കും തിരിച്ചു. പിന്നാലെയാണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിച്ച ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടായത്. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നും പ്രഖ്യാപനം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ബിസിനസ് തുടങ്ങാൻ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുമെന്നും മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. നേതാക്കൾ ഒന്നിച്ചു നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുവെച്ചതോടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. So the first guarantee is a free bus travel for all women in KSRTC buses. Welfare pensions increased to 3,000 rupees a month. കേരളത്തിലും സ്നേഹത്തിന്റെ കട തുറക്കാൻ ഗ്യാരണ്ടികൾ കോൺഗ്രസിനെ സഹായിക്കുമോ? ഗ്യാരണ്ടി യുദ്ധമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയ സുനിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിലെ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയ സുനിൽ, വെരി ഗുഡ് ഈവനിങ്. പിയ സുനിൽ, നമ്മൾ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കണ്ടു, കർണാടകയിൽ കണ്ടു. അതിൽ പക്ഷേ രണ്ടും വിജയിച്ചു, തെലങ്കാനയിലും കർണാടകയിലും. പക്ഷേ പിന്നീട് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കണ്ടു. അവിടെ അമ്പെ പരാജയപ്പെട്ടു. 2019 പ്രകടന പത്രികയ്ക്ക് ഒരു പേരുമിട്ടു, ന്യായ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഈ പ്രകടന പത്രികകളുടെയൊക്കെ ചുരുക്കെഴുത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. അത് വാഗ്ദാനമായിട്ടല്ല, ഉറപ്പുകളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഗ്യാരണ്ടി യുദ്ധമാണോ പിയ സുനിൽ? എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ UDFിൻ്റെ കേരളം ജയിക്കും UDF നയിക്കും എന്ന ടാഗ് ലൈനോട് കൂടിയുള്ള ഈ ഉറപ്പുകളെ കാണുന്നത്? ഞാൻ 2015 മുതൽ തുടങ്ങാം. 2015 ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് ആദ്യമായി ഈ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച സൗജന്യ വാഗ്ദാനങ്ങൾ, ഒന്ന്, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നതായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൗജന്യ വാഗ്ദാനം എന്ന് പറയുന്നത് 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം എന്നതായിരുന്നു.
അപ്പോൾ ആ പ്രഖ്യാപനം അന്ന് വലിയ ചർച്ചാ വിഷയമായി. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ നേട്ടം കൊയ്തുകൊണ്ട് വിജയിക്കുകയും ചെയ്തു. അന്ന് ആം ആദ്മി പാർട്ടിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത രണ്ട് ദേശീയ പാർട്ടികളായിരുന്നു, ഒന്ന് ബിജെപിയും രണ്ട് കോൺഗ്രസും. പക്ഷേ പിന്നീട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിനുശേഷം വന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചതുപോലെയുള്ള സൗജന്യ വാഗ്ദാനങ്ങൾ ഏറ്റെടുത്ത് ബിജെപി പ്രകടന പത്രികകൾ പുറത്തിറക്കുന്നതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ. പിന്നെയാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ന്യായ് എന്ന പേരിലുള്ള പ്രഖ്യാപനവുമായി കോൺഗ്രസ് വരുന്നത്, ഇതേപോലുള്ള സൗജന്യ വാഗ്ദാനങ്ങളുമായി. അതാണ് പിന്നീട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഹിമാചൽ പ്രദേശിൽ കണ്ടു, ഇങ്ങ് താഴെ കർണാടകത്തിൽ കണ്ടു, അതുപോലെ തന്നെ തെലങ്കാനയിൽ കണ്ടു, മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടു. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവിടെ കോൺഗ്രസ് ഉൾപ്പെട്ട മഹാസഖ്യവും പ്രഖ്യാപിച്ചത് സമാനമായ ഒരുപാട് വാഗ്ദാനങ്ങളായിരുന്നു. ഏതായാലും അതിന് സമാനമായ ഈ ഒരു സൗജന്യ വാഗ്ദാനങ്ങളുമായി, ഫ്രീ ബീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സൗജന്യ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് കേരളത്തിലും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ KSRTCയിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കോൺഗ്രസ് വാഗ്ദാനമായി മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എല്ലാ കോളേജിൽ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രഖ്യാപനം. 25 ലക്ഷം രൂപയുടെ ഓരോ കുടുംബത്തിനുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ മൂന്നാമത്തെ വാഗ്ദാനമാണ്. അതുപോലെ തന്നെ മറ്റു രണ്ട് വാഗ്ദാനം കൂടിയുണ്ട്. 5 ലക്ഷം രൂപ വരെ എല്ലാ യുവതീ-യുവാക്കൾക്കും ചെറുകിട വ്യവസായം തുടങ്ങുന്നതിന് പലിശരഹിത വായ്പ. അതുപോലെ തന്നെ മുതിർന്ന പൌരന്മാർക്കായി ഒരു പ്രത്യേക വകുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 25 ലക്ഷം രൂപയുടെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച വാഗ്ദാനമായിരുന്നു. ഇതിന് സമാനമായ വാഗ്ദാനം തെലങ്കാനയിൽ നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ഇത് വിജയകരമായി നടപ്പാക്കിയതാണ് രാഹുൽ ഗാന്ധി ഇന്ന് അവകാശപ്പെട്ടത്. അതിന് മുൻപുള്ള രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന വാഗ്ദാനങ്ങൾ എടുത്താൽ ഈ KSRTCയിൽ സൗജന്യ യാത്ര, ബസ് യാത്ര എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് കർണാടകത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, തെലങ്കാനയിൽ പ്രഖ്യാപിച്ചു, അവിടെയും നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ വാഗ്ദാനം നടപ്പാക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം 4000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കർണാടക സർക്കാരിന് ഒരു വർഷം സർക്കാർ ബസ്സുകളിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത് പരിഹരിക്കുന്നതിനായി അവിടെ സർക്കാർ ചെയ്തത് എന്താണെന്നറിയാവോ? ഇത് പ്രത്യേക കാറ്റഗറിയായി തിരിച്ചു. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന നിലയിലൊക്കെ തന്നെ പരിഷ്കരിച്ച് അതെങ്ങനെയാണോ പ്രഖ്യാപിച്ചത് ആ രൂപത്തിലല്ലാതെയാണ് ഇപ്പോൾ കർണാടകത്തിൽ നടപ്പാക്കുന്നത്. ഇതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് എല്ലാ മാസവും സൗജന്യമായി പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങൾ. അത് കർണാടകത്തിലും തെലങ്കാനയിലുമൊക്കെ പരിശോധിച്ചാൽ തെലങ്കാനയില് 2500 രൂപ സ്ത്രീകൾക്ക് പ്രതിമാസം നൽകും എന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതുവരെ അത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല തെലങ്കാനയിൽ. അതുപോലെ തന്നെയാണ് തെലങ്കാനയിൽ തൊഴിലില്ലാത്തവർക്ക് പ്രതിമാസം 4000 രൂപ അലവൻസ് നൽകും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുണ്ടായിരുന്നു. അത് ഇതുവരെ പൂർണ്ണമായി തെലങ്കാനയിൽ നടപ്പാക്കിയിട്ടില്ല. ഹിമാചൽ പ്രദേശിൽ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 1500 രൂപ നൽകും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഇതുവരെ ഹിമാചൽ പ്രദേശിൽ അത് നടപ്പാക്കിയിട്ടില്ല. 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം എന്നുകൂടി ഹിമാചൽ പ്രദേശിൽ പ്രഖ്യാപിച്ചിരുന്നു. അതും ഹിമാചൽ പ്രദേശിൽ നടപ്പാക്കിയിട്ടില്ല പൂർണ്ണമായി. അതുപോലെ തന്നെയാണ് തെലങ്കാനയിൽ 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളും എന്നുള്ള വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ അതും പൂർണ്ണ തോതിൽ നടപ്പാക്കിയിട്ടില്ല. ഇങ്ങനെ വാഗ്ദാനങ്ങൾ വാരിക്കോരി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമായി വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അത് പൂർണ്ണമായി നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ ഈ രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എടുത്താൽ ഈ KSRTCയിലെ സൗജന്യ യാത്രയും ഒപ്പം വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും എന്ന് പറയുന്ന ഈ രണ്ട് വാഗ്ദാനങ്ങൾ എല്ലാവരെയും ആകർഷിക്കും. വലിയ സ്വീകാര്യതയായിരിക്കും ഒരുപക്ഷെ ഇത് കേരളത്തിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പണം കൊടുത്തതുകൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ഈ കോൺഗ്രസ് കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൗജന്യ യാത്ര KSRTCയിൽ സ്ത്രീകൾക്ക് അനുവദിക്കുന്നതിനൊപ്പം ഈ KSRTCയിൽ പണം കൊടുത്ത് യാത്ര ചെയ്യാനുള്ള ശേഷിയിലേക്ക്
സ്ത്രീകളെയും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളെയും സാമൂഹികവും സാമ്പത്തികവുമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ വീക്ഷണമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെക്കേണ്ടിരുന്നത്. അതാണ് ഒരുപക്ഷെ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുക. കാരണം കേരളം കുറച്ചുകൂടി പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ലോകത്ത് തന്നെ മാതൃകയാണ് കേരളം എന്ന്. അപ്പോൾ ലോകത്ത് തന്നെ മാതൃകയാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയ ശേഷമാണ് പിന്നീട് എല്ലാ പെൺകുട്ടികൾക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുമെന്നും KSRTCയിൽ സൗജന്യ യാത്ര നൽകും എന്നൊക്കെയുള്ള പ്രഖ്യാപനം ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ത്രീകളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും ഈ സാമ്പത്തികമായും സാമൂഹികമായും എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഒരു ക്രിയാത്മകമായ ഒരു പദ്ധതിയും വീക്ഷണവുമായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കേണ്ടത്. കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം നമുക്കറിയാലോ, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് പരിഹരിക്കാനായി ഓരോ കാലത്തും സർക്കാരുകൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ പലപ്പോഴും അത് പൂർണ്ണമായി അത് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം എല്ലാ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ഒരുപക്ഷെ നാഷണൽ കണക്കുകൾ, ദേശീയ തലത്തിലെ കണക്കുകൾ ഇക്കാര്യത്തിൽ പരിശോധിച്ചാൽ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം കേരളത്തിൽ ഒരുപക്ഷെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതലാകുന്നത്? കാരണം അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണം കൂടുതലാണ് കേരളത്തിൽ. വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് കേരളത്തിൽ. കോളേജ് വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് കേരളത്തിൽ. ഇപ്പോ സ്ത്രീകൾക്ക് ഒരു വർഷം, പെൺകുട്ടികൾക്ക് ഒരു വർഷം 1000 രൂപ ഓരോ മാസവും നൽകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം ചുരുങ്ങിയത് 1000 രൂപ വെച്ച് നൽകണമെങ്കിൽ ഒരു മാസം ചുരുങ്ങിയത് ഏതാണ്ട് 1000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് നീക്കിവെക്കേണ്ടി വരും. ഏതാണ്ട് 700 മുതൽ 1000 കോടി രൂപ വരെ സംസ്ഥാന സർക്കാരിന് നീക്കിവെക്കേണ്ടി വരും. രണ്ടാമത്തെ KSRTCയിലെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിലവിലെ യാത്രക്കാരിൽ 30 മുതൽ 40% വരെ സ്ത്രീ യാത്രക്കാരാണ് കേരളത്തിൽ KSRTCയിൽ ഉള്ളത്. അപ്പോൾ നിലവിൽ ഏതാണ്ട് 3000 കോടി രൂപ വരെ KSRTCക്ക് വരുമാനമുണ്ട്. പക്ഷേ KSRTCന്റെ എല്ലാ ചെലവുകളും മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആകെ ലാഭമായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ 2-3 കോടി രൂപ മാത്രമാണ് ലാഭമുണ്ടായത്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 1000-1200 കോടി രൂപ അധിക ബാധ്യത KSRTCക്ക് കൂടി ഉണ്ടാവുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് KSRTC നട്ടെല്ല് നിവർത്തി ഒന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. പക്ഷെ നല്ല പ്രഖ്യാപനമാണ്. സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സർക്കാരുകൾ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ലല്ലോ. സർക്കാരുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അങ്ങനെ സൗജന്യം നൽകിക്കൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണല്ലോ കേരളത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയത്. അന്ന് ഞാൻ ശ്രദ്ധിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന സർക്കാർ ഞങ്ങളുടേതാണ്. അപ്പോൾ ഞങ്ങളുടെ സർക്കാരിന്റെ തലയിൽ അധിക ഭാരം കെട്ടിവെക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നതെന്നായിരുന്നു അന്ന് VD സതീശൻ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വലിയ പ്രഖ്യാപനമാണ്. തീർച്ചയായും അത് നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ ഇതിന് എങ്ങനെയായിരിക്കും പൈസ കണ്ടെത്തുക, പണം കണ്ടെത്തുക എന്നുകൂടി രാഹുൽ ഗാന്ധി പറയണമായിരുന്നു. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഏതാണ്ട് 40,000 കോടി രൂപ കുറവാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക ബാധ്യത കേരളം എങ്ങനെ മറികടക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൂടുതൽ ഈ വാഗ്ദാനങ്ങൾ വരുന്നത്. അപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് നല്ല കാര്യം തന്നെയാണ്. ഇത് കേരളത്തിൽ നടപ്പാക്കുന്നത് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് ജനങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനുവേണ്ടി എവിടെ നിന്നാണ് കോൺഗ്രസ് പണം കണ്ടെത്തുക എന്നുകൂടി പറയണമായിരുന്നു. മാത്രമല്ല, ഇത് നേരത്തെ പ്രഖ്യാപിച്ച തെലങ്കാനയിലും കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും ഇപ്പോൾ ഈ പദ്ധതി ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി എന്തുകൊണ്ടാണ് ഇതുവരെയും കോൺഗ്രസിന് നടപ്പാക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുകൂടി കോൺഗ്രസ് വിശദീകരിക്കേണ്ടതായിരുന്നു. ഏതായാലും ഞാനിന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രഖ്യാപനങ്ങൾ കണ്ടപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നിയത് ഈ ചന്തയിലൊക്കെ തന്നെ ലേലം വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ നിലയിലേക്ക് കേരളത്തിലേക്ക് ഇത്തരം സൗജന്യ വാഗ്ദാനങ്ങൾ എത്തി എന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഓക്കെ സ്മൃതി, ഇത് ഗ്യാരണ്ടി യുദ്ധമാണോ?
ഉറപ്പായിട്ടും ചില ഗ്യാരണ്ടികൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 5 ഗ്യാരണ്ടികളെ കുറിച്ച് ഇപ്പോൾ വിശദമായി തന്നെ സുനിൽ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഗ്യാരണ്ടികൾ വെക്കുക എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയാണ് അങ്ങനെ ഒരു ഗ്യാരണ്ടി തുടങ്ങി വെച്ചത്. അവരത് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ആപ്പിന് വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടായത്. അതിനെ പിന്തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കാര്യം പിന്നീട് സുപ്രീം കോടതി തന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു ശരിയായ രീതിയല്ല എന്നുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാരുകളും ഗ്യാരണ്ടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ഘട്ടം വരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അറ്റത്ത് വരുമ്പോഴാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത്ര വർഷമുണ്ടായിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഈ അവസാന മാസങ്ങളിലേക്ക് നീക്കിവെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഒരുതരം ഗ്യാരണ്ടിയാണല്ലോ. ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇന്ന് നടന്ന പൊതുയുഗയാത്രയുടെ അവസാനം 1 മാസം പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയാണ്. ആ യാത്ര എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യാത്ര ഓരോ സ്ഥലത്തെയും ആളുകളെയാണ് കാണുന്നത്. ആളുകളിൽ നിന്നും പറയാനുള്ളത് നേരിട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുതി വെക്കുന്നുണ്ട്. അവിടെ തന്നെ അവരുമായി സംവദിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ സ്ഥലത്തെയും ഓരോ വിഷയങ്ങളിൽ വിദഗ്ധരെ കൊണ്ട് ഒരു ചർച്ച നടത്തുന്നു. അവരുടെ പഠനം എഴുതി വാങ്ങിക്കുന്നു. അങ്ങനെ തന്നെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയാണ് ഓരോ വകുപ്പുകളിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ വകുപ്പുകളിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഗൗരവത്തിലുള്ള ഒരു പഠനം നടത്തുന്നുണ്ട് ഈ യാത്രയിലുടനീളം. അത് ഡോക്യുമെന്റായി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ചർച്ചകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഡോക്ടർമാർ വരെ അതിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു പദ്ധതിയാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിയോ കേരള മോഡൽ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് നടപ്പാവുകയാണെങ്കിൽ അത് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. രാജ്യം അത്ഭുതത്തോടെ കാണുന്ന ഒന്നാകും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഒരു സദ്ഭരണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്ന പരിഹാരത്തിന് എങ്ങനെയൊക്കെയാണ് സർക്കാർ വകുപ്പുകൾ അക്കൗണ്ടബിൾ ആവുക എന്നുള്ള, സർക്കാർ വകുപ്പുകളെ അത്രത്തോളം അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള മാറ്റം എങ്ങനെ വരുത്താമെന്ന് പറയുന്നു. അതോടൊപ്പം IAS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിട്ട ഒരു കാലമാണ്. അപ്പോൾ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, രാഷ്ട്രീയമായി കെട്ടുപാടുകളില്ലാത്ത രീതിയിൽ അവരിൽ നിന്നും എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നതിലൊക്കെ ഒരു വിശദമായ ആലോചന അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു നല്ല പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ, അത് നടപ്പാക്കുമോ എന്നുള്ളത് അവരാണ് ചെയ്ത് കാണിക്കേണ്ടത്, അധികാരത്തിൽ ആണെങ്കിൽ എന്നുള്ളതാണ്. ഇന്ന് നടന്ന ഈ യാത്രയുടെ അവസാനത്തിന്റെ പരിപാടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാ നേതാക്കളും പ്രസംഗിച്ചു. കെ സുധാകരൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ പിണറായി വിജയനെതിരെയുള്ള രൂക്ഷ പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എല്ലാ നേതാക്കളും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു യോഗം അല്ലെങ്കിൽ സമ്മേളനം എന്നുള്ളത് കൊണ്ടാണ് അത് എടുത്തു പറയേണ്ടി വരുന്നത്. അതിൽ കല്ല് കടിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആകെക്കൂടെ മോശമായി ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സമദാനി തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഒരു പക്ഷേ 2 മൈക്കും അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നേരിട്ട് കേൾക്കാൻ പറ്റാത്തത്, നമ്മൾ BJP നേതാക്കളുടെ പ്രസംഗത്തിൽ, മോദിയുടെ പ്രസംഗത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണോ, ഇനി അതല്ലാതുള്ള പ്രശ്നമാണോ? കാരണം രാഹുലിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. രാഹുൽ ഇദ്ദേഹം പറയുന്നത് തെറ്റ്, അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായി മനസ്സിലായി തുടങ്ങി. രാഹുൽ ചില കാര്യങ്ങൾ തിരുത്തി പറയുന്നുണ്ട്, ചില പേരുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ വരെ പറയുന്ന രൂപത്തിലേക്ക് ആ ട്രാൻസ്ലേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ജ്യോതി വിജയകുമാർ മുമ്പ് വളരെ കൃത്യമായി ഭംഗിയായിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒരു കുറവ് ഞാൻ അതിൽ കാണുന്നുണ്ട്. കൂടുതൽ ഭംഗിയായതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കും. മേ ബി, അതെനിക്കറിയില്ല. സമദാനി അതിൽ എന്തായാലും സമദാനി നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭാഷാപരമായ ബുദ്ധിമുട്ടൊന്നുള്ള ആളല്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആ പ്രസംഗം എന്തായാലും മോശമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സംഘനൃത്തം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ സുനിലേ, സുനില് പറഞ്ഞല്ലോ, കുറെ നേരം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ UDF നേതാക്കൾ ഒരുമയോടെ ഒരു സംഘനൃത്തം പോലെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാൽ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളോട് കൃത്യമായി പറയുന്നത് തന്നെയാണ്. ആ സംഘനൃത്തമല്ലാതെ ഒറ്റയ്ക്ക് സിംഗിൾ ഡാൻസ് നടത്താൻ നിൽക്കണ്ട എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡാൻസ് പല ഘട്ടങ്ങളിൽ അദ്ദേഹം കണ്ടതുകൊണ്ടായിരിക്കും. സംഘനൃത്തത്തിന് ഇംഗ്ലീഷ് എന്താ ഗ്രൂപ്പ് ഡാൻസ് അല്ല, ഞാൻ ആ ഭാഗത്ത് കേട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതാ, അതിന്റെ ഗ്രൂപ്പ് ഡാൻസ് ആണെന്നല്ലോ പറയുക. അല്ല, അങ്ങനെ വേണമെങ്കിലും തർച്ചു പോയും. ഗ്രൂപ്പ് ഡാൻസ് ആകരുത് എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ഗ്രൂപ്പുകളാണല്ലോ ഒരേ സമയം ശക്തിയും ശരി, സംഘനൃത്തം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ഇനി അത് അവസാനിപ്പിക്കാനായി എന്ന കൃത്യമായ സൂചന ഒരു
പൊതുയോഗത്തിൽ നടത്തുമ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. അണികൾ കൂടി കേൾക്കെ അത് ചെയ്യുമ്പോൾ അത് നേതാക്കളുടെ ഉത്തരവാദിത്വം കൂട്ടുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള വിമർശനങ്ങളൊക്കെ തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കുറച്ച് മാന്യതയോടുകൂടിയുള്ള യുദ്ധം വേണമെന്ന് രണ്ട് കൂട്ടരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പത്രത്തിലെ പരസ്യമടക്കം ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് പറയുമ്പോൾ ഇകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവർ നടപ്പാക്കാത്ത കാര്യങ്ങളല്ലാതെ നേതാക്കൾക്ക് പറയാം. അതിനെ PRD ഉപയോഗിച്ചുകൊണ്ടുള്ള ആ യുദ്ധം അത് തുടരുന്നു. അത് തുടരുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ എതിരെ പ്രതിപക്ഷത്തിലെ ചില നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, വാചകങ്ങൾ അതൊക്കെ തന്നെയും പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത് മോദിക്കെതിരെയാണ് എന്നുള്ളതാണ്. മോദിക്കെതിരെ പറഞ്ഞ് എപ്സ്റ്റീൻ ഫയൽസിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നതെന്നും അതിനുശേഷം മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുമെന്നുള്ള കാര്യം പറയുകയും കേന്ദ്ര ഏജൻസികൾ തന്നെ വേട്ടയാടിയതിലും തനിക്കെതിരായുള്ള കേസുകൾ 36 കേസുകളാണെന്നും 55 മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടേക്ക് ആ രൂപത്തിൽ വന്നിട്ടില്ല, എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി മാത്രം അതിൽ നിന്ന് ഒഴിയപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. അത് കോൺഗ്രസ് തുടർച്ചയായി കേരളത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് സ്ഥിരമായി ഉയർത്തുന്ന ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥികൾ ആര്, അതിനുശേഷം നേതാക്കൾ പരസ്പരം എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ തന്നെ മാത്രമേ ഈ ഭരണമാറ്റം എന്നുള്ള വലിയ ആത്മവിശ്വാസം അത് ആ രീതിയിൽ അവർക്ക് നടപ്പാക്കാൻ കഴിയുള്ളൂ. അപ്പുറത്തും നല്ല ആത്മവിശ്വാസമുണ്ട്. ഇന്നൊരു വലിയ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. ഇന്നലെ തുരങ്കപാത ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. അപ്പോൾ ഈ അവസാന ദിവസങ്ങൾ ഈ തരത്തിലുള്ള വികസന പദ്ധതികളുടെ കാലങ്ങളായി മുടങ്ങി നിന്ന അല്ലെങ്കിൽ കാലങ്ങളായി നീണ്ടുപോയ പദ്ധതികളുടെയൊക്കെ ഉദ്ഘാടനങ്ങൾ വളരെ വേഗത്തിൽ നടത്തുകയും അത് നല്ല വിപുലമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ സംവിധാനവും സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ആ യുദ്ധം നീങ്ങുമെന്നുള്ളതാണ്. എല്ലാ തരത്തിലും ഗ്യാരണ്ടി യുദ്ധമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഓക്കെ, മധു, ഗ്യാരണ്ടി യുദ്ധമാണോ? വലിയ മാറ്റങ്ങൾക്ക് വോട്ട് ചെയ്ത ചരിത്രമുള്ളവരാണ് കേരളത്തിലുള്ളവർ. ഇത്തവണ അത് മാറ്റങ്ങൾക്കാണോ അതോ വിവാദങ്ങൾക്കാണോ, വിവാദ വിഷയങ്ങൾക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ക്യാപ്ഷനുകൾക്ക് വേണ്ടിയിട്ടാണോ, PR-ന് വേണ്ടിയാണോ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് വന്നേ ഇരിക്കുകയാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് കേരളം ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടോ വികസനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വലിയ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനമാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഒരു മിനി ബജറ്റ് എന്ന നിലയ്ക്ക് തന്നെ അപ്രതീക്ഷിതമായിരുന്നു. അന്ന് പോയ മാധ്യമപ്രവർത്തകർ ആരും ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു മിനി ബജറ്റ് തന്നെ മുന്നോട്ട് വെക്കുന്നു. പ്രതിപക്ഷം അതിനെ നേരിട്ടത് ഇനിയിപ്പോൾ KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന നിലയ്ക്കായിരുന്നു. വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന് വേണമെങ്കിൽ ആശയപരമായി ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം, നടപ്പിലാക്കാം. നയപരമായ തീരുമാനമാണ്, ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനമാണ്. സ്വാഭാവികമായും അതിനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നയിടത്ത് മാത്രമല്ല, പക്ഷേ അത് വളരെ ഈ പറയുന്നത് പോലെ സർവ്വതല സ്പർശിയായ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 400 രൂപ കൂട്ടി 2000 രൂപയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1000 രൂപ പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്ട് 33 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്തൃ പരിധിയിലേക്ക് വരികയാണ്. കണക്ട് ടു വർക്ക് എന്ന രീതിയിൽ യുവജനങ്ങൾക്ക് 1000 രൂപ പ്രഖ്യാപിച്ചു. നെല്ലിൻ്റെ സംഭരണ വില, റബ്ബറിൻ്റെ താങ്ങുവില, ആശമാരുടെ ഓണറേറിയം വലിയ യുദ്ധം നടന്ന വിഷയമാണ്. അന്ന് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിന് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആ സമരം ഒരു ഗുണഫലത്തിലേക്ക് എത്താത്ത നിലയിലേക്ക് പോകുന്ന വലിയ ഈ പറയുന്ന പോലെ യാതൊരു സമവായം അപ്പുറത്തും ഉണ്ടായില്ല ഇപ്പുറത്തും ഉണ്ടായില്ല. അതുപോലെയുള്ള ബലം പിടുത്തത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു മിനി ബജറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ അവതരിപ്പിച്ചു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നോക്കൂ, കേരളം ജയിക്കും, UDF നയിക്കും എന്ന ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് വലിയ മാർച്ചുമായി UDF-ന്റെ അണികൾ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു അവലോകന യോഗം ചേരുകയാണ്. ആ അവലോകന യോഗത്തിൽ കേരളത്തിന് എന്താണോ വേണ്ടത് എന്ന് UDF കരുതുന്നു ആ കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കുകയും അതിന്റെ പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമാണ് ചെയ്തത്. പക്ഷേ രാഹുൽ ഇന്ന് നടത്തിയ പ്രസംഗം, ഞാൻ വിചാരിക്കുന്നത് VD സതീശൻ വളരെ വികാര നിർഭരമായ വാക്കുകൾ കൊണ്ടാണ് പുത്തരിക്കണ്ടത്ത് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന UDF അണികളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ കേരള മോഡൽ, അത് ഏത് കോർപ്പറേറ്റ് സംവിധാനത്തെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു പുതിയ കേരള മോഡൽ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീം UDF ആണ് ഇതിനെ നയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ VD സതീശൻ ഞങ്ങൾ പ്രതിപക്ഷമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നവകേരളം എന്ന സംസ്ഥാന സർക്കാർ കുറേ നാളുകൾക്ക് മുൻപ് പ്രളയശേഷം തന്നെ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടാണ് നവകേരളം.
അതിന് ഒരു പുതിയ കേരള മാതൃക മുന്നോട്ട് വെക്കുമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പക്ഷേ കൃത്യമായി എവിടെയാണോ ചെന്ന് തൊടേണ്ടത് ആ നിലയ്ക്ക് പറഞ്ഞു വെച്ചൊരിടത്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വരുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരള ജനതയെ കേരള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ എത്രത്തോളം ഒരു പ്രിസൈസ് ആയിരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുലിന്റെ പ്രസംഗം ആ നിലയ്ക്ക് പരുവപ്പെട്ടതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലാണ് തുടങ്ങിയത്. അത് വളരെ വിപുലമായ രീതിയിൽ വളരെ വിശാലമായി പോയതിനു ശേഷം മോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മോദിയിലേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ട്രംപ് മോദി എന്ന ആ നിലയ്ക്കുള്ളൊരു ബന്ധമാണ് ഇവിടെ മോദി പിണറായി എന്ന നിലയ്ക്ക് പരിവർത്തനപ്പെടുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമപരമായി കേന്ദ്ര സർക്കാരും ദേശീയ അന്വേഷണ ഏജൻസികളും നേരിടുന്നില്ല എന്നൊരു ചോദ്യം ആദ്യമായല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നത്. ഇതിനു മുൻപും ആ ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. വലിയ വിമർശനം LDF ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ട് മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി അതിനെ ശക്തിയുക്തം എതിർത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അറസ്റ്റും രാഷ്ട്രീയ വേട്ടയും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ നിന്ന് പ്രതിപക്ഷത്തിന് ചുക്കാൻ പിടിച്ച ഒരാൾ ഇവിടെ വന്നൊരു പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കുടുക്കിയത്. ഗവർണർ ആ സമയത്ത് ആദ്യമായി വാർത്താ സമ്മേളനം കേസ് കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ നിലയ്ക്കാണ് അത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അന്ന് കോൺഗ്രസ് ഉന്നയിച്ച വിഷയം അതായിരുന്നില്ല. ആ സമയമാണ് കോൺഗ്രസ് ഒന്നു ചേർന്ന് നിൽക്കാനുള്ള കാരണം. അതായത് അഴിമതി ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യും. ഒരു അഴിമതി കോൺഗ്രസ് അല്ല അവിടുത്തെ കാര്യം അവിടെ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ദേശീയ അന്വേഷണ ഏജൻസികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തോന്നലുണ്ടായപ്പോൾ കോൺഗ്രസും ആ പോരാട്ടത്തിന്റെ ഭാഗമാവുകയുമാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം രണ്ടാമത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിനു മുൻപ് ആ വിമർശനം കേൾക്കുകയും ചെയ്ത ഒന്നാണ്. ഞാൻ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വികസനത്തിനും ക്ഷേമത്തിനും ഒക്കെ വലിയ ചർച്ചയും ഇടവുമുള്ള മണ്ണാണ് കേരളമെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ വോട്ട് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ പരുവപ്പെട്ടൊരു മനസ്സാണ് കേരളത്തിൻ്റെത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെയുണ്ട്. ശബരിമല വിഷയമുണ്ട്, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കത്തി നിന്നത്. ഇതിൽ വളരെ കൗതുകമുള്ളൊരു കാഴ്ച ഞാൻ ഇന്ന് കണ്ടത്, അതായത് ഏത് വിഷയം കോൺഗ്രസ് മറച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നു. 140 മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ കൺവെൻഷനുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉന്നയിക്കപ്പെടും. പാലക്കാട് മണ്ഡലം ആ വിഷയത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. എന്നിട്ട് ഇന്ന് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ കുറെ ടീം രാഹുൽ മാങ്കൂട്ടം, അതായത് കേരളം വീണ്ടെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും വീണ്ടെടുക്കണമത്രേ, ഒരു പ്ലക്കാർഡ് പിടിച്ചങ്ങ് നിൽക്കുകയാണ് കുറെ ടീമുകൾ. എന്തൊരു മാനസികാവസ്ഥയും രാഷ്ട്രീയ ചിന്തയുമാണ് എന്നത് ആലോചിക്കണം. കോൺഗ്രസ് തള്ളി പറഞ്ഞ, കോൺഗ്രസ് പുറത്താക്കിയ ഒന്നാം ബലാത്സംഗ കേസ്, രണ്ടാം ബലാത്സംഗ കേസ്, മൂന്നാം ബലാത്സംഗ കേസ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ട ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ പ്രയോഗം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് വ്യക്തിപരമായി മെസ്സേജ് അയക്കുകയും ചില പോസ്റ്റുകളുമൊക്കെ ഞാൻ കണ്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണെന്ന് അല്ല, ഉള്ളതാണല്ലോ. ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ നിലയ്ക്ക് ഉള്ള ഒരാളെ കേരളം UDF വീണ്ടെടുക്കുന്നതിൻ്റെ കൂടെ വീണ്ടെടുക്കണമെന്ന് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ UDF-നെ അല്ല പറയുന്നത്, പക്ഷെ ആ രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള സിംഹങ്ങളെ നമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യമൊക്കെ വളരെ നിഷ്കളങ്കമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ, മിനി ബജറ്റ്, കേരളത്തിന്റെ ഒരു ബജറ്റിന്റെ പകുതി വേണമെങ്കിൽ ക്ഷേമ പദ്ധതികൾക്ക് മാറ്റിവെക്കുന്ന തുകകളുടെ പകുതി ആവശ്യമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ ആരും ഞാൻ ചോദിച്ചു കേട്ടില്ല ഇതിനുവേണ്ടി എവിടെ നിന്നാണ് പണം കണ്ടെത്തുക എന്ന് പറയുന്നത്. മുൻപൊരു ബജറ്റിന്റെ സമയത്ത് കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞു കടമെടുത്തും കരുതൽ എന്നുള്ളത്. അതൊരു ചേരിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഒരു പക്ഷേ കൂടുതൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതാണത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചതാണ്. ഇന്നത്തെ പരിപാടിയിൽ KC വേണുഗോപാൽ പറഞ്ഞു തവണയാണ് ഇടപെടുന്നത്. ശരി, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കടമെടുത്തും കരുതൽ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഏത് സർക്കാരുകൾക്കും ആകാം. ഇപ്പൊ കിഫ്ബി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പുതിയതായി ഈ ഔട്ട് ഓഫ് ദി ബജറ്റ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് സ്വാഭാവികമായി ഇവിടെ ചോദിച്ചു. കാരണം വരവും ചെലവുമാണ് ബജറ്റ്.
വരവിലില്ലാത്തത് എങ്ങനെയാണ് കണ്ടെത്തുക, എന്നിട്ട് ഇത് കൊടുക്കേണ്ടത് ബജറ്റിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു. ബജറ്റിൽ നിന്നല്ല, അല്ല, കൊടുക്കേണ്ടത് ബജറ്റിൽ നിന്നല്ലേ എന്ന് അന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പദ്ധതികളും ഏത് സാമ്പത്തിക നയവും തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായ വിമർശനങ്ങൾ ഉണ്ടാകും. അത് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് ഒരു പക്ഷേ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ തുടക്കത്തിൽ തള്ളി പറയേണ്ട സാഹചര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ക്ഷേമ പദ്ധതികളൊക്കെ വലിയ തോതിൽ പ്രഖ്യാപിച്ചിട്ട് ഇടുക്കിയിൽ ഉടുമ്പൻചോല MLA ചോദിച്ച ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പെൻഷൻ വാങ്ങി ശാപ്പിട്ടിട്ട് എന്നായിരുന്നു ആ പരാമർശം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേന്ന്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ശാപ്പിടാൻ നൽകുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു തുറന്ന പ്രഖ്യാപനം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ ഞാനന്ന് നോക്കിക്കണ്ടത്. മണ്ണാർക്കാട് ഇപ്പം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു പരാമർശമുണ്ടായി. തറവാട്ടിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമത്രേ. അപ്പം ഒന്നുകിൽ ഇത്രയും നാളും അവിടെ ചെന്ന സ്ത്രീകൾ തറവാട്ടിൽ പറഞ്ഞവരല്ല, അവർ മോശപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഒരു മാടമ്പി സ്വഭാവം അവകാശപ്പെടാനില്ലാത്തത് കൊണ്ട് അവർക്ക് മോശക്കാരായതുകൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമെന്നാണോ, അതോ ഇനി ഈ കോൺഗ്രസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകൾക്ക് കയറാൻ ചെല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലുള്ള സ്ത്രീകളെ അങ്ങോട്ട് ഇതുവരെ പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് അരാഷ്ട്രീയം സംസാരിക്കുന്ന നിലയ്ക്ക് നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കുറച്ചൊക്കെ നീതിയും ന്യായവും കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയും കുറച്ചൊക്കെ അന്തസ്സോടെയും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് വടകര തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പയറ്റിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമുദായിക രാഷ്ട്രീയവും വിഘടന രാഷ്ട്രീയവുമാണ്. ആ നിലയ്ക്ക് കേരള രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പോകരുത് എന്ന ആത്മാർത്ഥമായ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. മുന്നണി യുദ്ധങ്ങളിൽ അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന സംശയമുണ്ടെങ്കിലും. ഓക്കെ, ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. കോമഡി ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രസ്താവന. കാരണം 2 കാരണങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? ഞാൻ 2021 വാഗ്ദാനങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ പൂർ ഫാമിലിയിൽപ്പെട്ട, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും 6000 രൂപ പ്രതിമാസ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു ന്യായയുടെ ഭാഗമായി. ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷൻ എത്ര? 3000 രൂപ. ബാക്കി 3000 രൂപ പോയി. 2021 6000 രൂപ വാഗ്ദാനം പ്രഖ്യാപിച്ച് തോറ്റു തുന്നമ്പാടി 2026 വന്ന് ആ 6000 നിന്ന് വെട്ടിക്കുറച്ച് 3000 ആക്കി വെച്ചു. ഒന്ന്, ഒരു വർഷം 72,000. ഇനി 2, 72,000 രൂപ ഒരു വർഷം തരും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം, അല്ലേ? അതാണ് ഈ പറഞ്ഞ 6000 രൂപ എന്ന് പറഞ്ഞത്. എവിടെ പോയി ആ വാഗ്ദാനം? സ്ത്രീകൾക്കടക്കമുള്ള അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ എവിടെ? ഈ പറയുന്ന കണക്റ്റു അതെവിടെ പോയി? അതിന് പുതിയ പദ്ധതി വന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാക്കൾ ക്ഷമ പറയേണ്ടതാണ്. കാരണം ഇന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിലെ അബദ്ധങ്ങൾ മനസ്സിലാവുക. ടാഗ് ലൈൻ കൊള്ളാം. കേരളം ജയിക്കും, UDF നയിക്കും. 2021 ടാഗ് ലൈൻ എന്തായിരുന്നു? നാട് നന്നാക്കാൻ UDF എന്നുള്ളതായിരുന്നു. അന്ന് ആ ടാഗ് ലൈൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളം LDFനോടൊപ്പം നിന്നു. 2026 ടാഗ് ലൈനുമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒറ്റയടിക്ക് എടുത്തു നോക്കിയാൽ, ഒന്ന് ആവർത്തന സമ്പന്നവും ഭാവനാ ദാരിദ്ര്യവും കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ അവസ്ഥകളെ യാതൊരു തരത്തിലും അഡ്രസ്സ് ചെയ്യാത്തതും അങ്ങേയറ്റം കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ പോകുന്നില്ല? ഉദാഹരണത്തിന് നമുക്ക് പെൻഷൻ്റെ കാര്യം എടുക്കാം. പെൻഷൻ്റെ കാര്യത്തിൽ 3000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ എത്ര? 2000 ആണല്ലോ. 2000 UDFൻ്റെ വിഹിതം എത്ര? ഇത്രയും വർഷം ഭരിച്ചിട്ടും UDFൻ്റെ വിഹിതം ഈ 2000 എത്രയാണ്? 600 രൂപയല്ലേ? 600 രൂപ പെൻഷനാക്കിയതിന് ശേഷമല്ലേ UDF പോയത്? ആ 100 രൂപ വർധനമുണ്ടാക്കി പോയതിന് ശേഷം ഈ എത്ര കുടിശ്ശിക വരുത്തി എന്ന ചോദ്യത്തിന് പലകുറി നമ്മൾ പറഞ്ഞു മടുത്തതാണ്. നോക്കൂ, 2017 ഏപ്രിൽ മാസം 26-ാം തീയതി സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് TM തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി പറഞ്ഞ മറുപടി, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയെന്ന് അറിയിക്കാമോ? അതായത് തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 വരെയുള്ള 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. 2014 നവംബർ മുതൽ. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് 2016 പോകുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് 2014 മുതലുള്ള കുടിശ്ശിക. പക്ഷേ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തി നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എല്ലാവർക്കുമല്ല, പല മേഖലകളിൽപ്പെട്ടവർക്ക് പല കുടിശ്ശികകൾ എന്ന മട്ടിലാണ്. പക്ഷേ 18 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 16 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്,
12 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 6 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്, 4 മാസം കുടിശ്ശിക വാങ്ങിയവരുണ്ട്. പല തലങ്ങളിലാണ്. കാര്യം അന്ന് അതിനെ ഏകോപിപ്പിച്ചിട്ടില്ലായിരുന്നു പെൻഷനുകൾ. അതായിരുന്നു വാസ്തവം. അപ്പോൾ 18 മാസം വരെ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, അതും 600 രൂപ പെൻഷൻ കുടിശ്ശികയാക്കിയവർ, കഴിഞ്ഞ തവണ 6000 രൂപ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ തരും എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, കഴിഞ്ഞ 18 മാസം വരെ കുടിശ്ശിക വരുത്തിയ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതും 600 രൂപ 32 ലക്ഷം ആളുകൾക്ക് കൊടുത്ത UDF സർക്കാർ 18 മാസത്തെ കുടിശ്ശിക വരുത്തുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വീതം 1 രൂപയുടെ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന LDF സർക്കാർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ? യഥാർത്ഥത്തിൽ ഇത് പെൻഷൻ വിഷയം ഈ രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, മാന്യമായിട്ടുള്ള സാമൂഹിക നീതി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഈ പറയുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടത്താമായിരുന്നു. ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ 2500 എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് LDF കൊടുത്ത പ്രകടന വാഗ്ദാനമാണ്. 3000 എന്ന് പറഞ്ഞു. പെൻഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെയോ UDFിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതാത്തൊരു സമൂഹത്തിലേക്ക് ഈ പെൻഷൻ്റെ വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ട്രോളിന് വിധേയമാവില്ലേ? നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? പ്രൂവ്ഡ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത്? അതൊന്ന്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ഒഴിവാക്കണമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നുവെന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KSRTCയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി വിശദീകരിച്ച മന്ത്രി ആര്യാട് മുഹമ്മദാണ്. എന്താ പറഞ്ഞത്? KSRTC പൂട്ടുന്ന വക്കിലാണ്, നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഇന്ന് KSRTC ലാഭത്തിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബിസിനസ് ക്ലാസ് ബസ് ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് KSRTC വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് അതിനെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീകൾ, നേരത്തെ സുനില കണക്ക് പറഞ്ഞു, 40% സ്ത്രീകളും കുട്ടികളും യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ വനിതകളും യാത്ര ചെയ്യുന്ന KSRTC ബസ്സിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പ്രഖ്യാപനം വേറെ എവിടെയോ കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കർണാടകയിലെ വാഗ്ദാനം കേട്ടത്. ഇപ്പോൾ കർണാടക സർക്കാർ എന്താ ചെയ്യുന്നത്? ആ വാഗ്ദാനം കൊടുത്ത് കുടുങ്ങി. ഒടുവിൽ അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളിലേക്ക് മാത്രമായിട്ട് പരിവപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവിടെ നോക്കൂ, മാത്രമല്ല പുരുഷന്മാരുടെ റേറ്റ് കൂട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. മാത്രമല്ല അങ്ങനെയല്ലല്ലോ നിങ്ങൾ അഡ്രസ്സ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേരളത്തിലെ യാത്രാ സംവിധാനത്തിന് സൗജന്യ യാത്ര എന്നുള്ളതല്ല. കേരളം അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താതെ പോയത്? കർണാടകയെ കൊണ്ട് പ്രയോഗിച്ച് അതേ സാധനം എടുത്ത് ഇവിടെ ഇടുക, തെലങ്കാനയെ കൊണ്ട് പ്രഖ്യാപിച്ച് അതേ സാധനം എടുത്ത് കേരളത്തിൽ കൊണ്ട് വിൽക്കുക. അതെങ്ങനെ? രണ്ടും രണ്ട് ടെറൈനല്ലേ, രണ്ടും രണ്ട് സമൂഹമല്ലേ? അത് അഡ്രസ്സ് ചെയ്യണ്ടേ? എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ KSRTC ലാഭത്തിലാക്കിയപ്പോൾ ലാഭത്തിലാക്കിയ KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഈ സ്ത്രീകൾക്കൊന്നും സൗജന്യമൊന്നും ആ അർത്ഥത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ അവർക്ക് ആവശ്യം അന്തസ്സോടെ തൊഴിലെടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കി 1991 മുതൽ വന്ന സർക്കാരിൻ്റെ പേര് കോൺഗ്രസ് സർക്കാർ എന്നാണെന്ന് നമുക്കറിയാമല്ലോ. അത് രണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അടക്കം 1000 രൂപ വീതം പ്രതിമാസം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സർ, കേരളത്തിൽ അത് നടപ്പിലാക്കി LDF സർക്കാർ. അതറിയാതെ പോയി രാഹുൽ ഗാന്ധി. കണക്ട് വർക്ക് എന്ന് പറയുന്ന പരിപാടി, കണക്ട് വർക്കിനകത്ത് എന്താ? കണക്ട് വർക്കിനകത്തുള്ളത് സ്കോളർഷിപ്പ് പദ്ധതിയാ. അതിനകത്ത് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടും. സ്മൃതി, ഇതാണ് കേരളത്തിലെ ഈ അവസ്ഥ. യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമാവാതെ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എടുത്ത് കോപ്പി എടുത്തു വെച്ചു. ഈ പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞ 600 രൂപ മാത്രമായിരുന്നു അന്നത്തെ പെൻഷൻ. എങ്ങനെയാണ് 600 രൂപയല്ലേ? അതായത് 60 വയസ്സ് കഴിഞ്ഞ, മറ്റൊരു പരിഗണനയും ഇല്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണ ആളിന് കിട്ടുന്ന പെൻഷൻ അന്ന് പലതരം പെൻഷനുകൾ ഉണ്ടായിരുന്നു. 600 മുതൽ 1500 രൂപ വരെ പെൻഷനുകൾ ഉണ്ടായിരുന്നു. പലതരം പെൻഷൻ, ഒന്നിലധികം പെൻഷനുകൾ ഒരാൾക്ക് കിട്ടുമായിരുന്നു. അത് പിന്നീട് ദുരുപയോഗം ചെയ്യുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണല്ലോ അത് നിർത്തലാക്കിയത്. എന്നിട്ട് 1500 രൂപ പെൻഷൻ വരെ ഉണ്ട്, ഏകീകരിച്ചു. അവൾ ഈ 600 എന്ന് മാത്രം പറയുന്നത് ശരിയാണോ? അല്ല, എന്റെ ചോദ്യം ആക്ച്വലി കറക്റ്റ് ആണോ? ശരി, എനിക്ക് സ്മൃതിയുടെ ചോദ്യം മനസ്സിലായി. മുഴുവൻ 1500 രൂപ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പെൻഷൻ വാങ്ങിയിരുന്ന എത്ര ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു? ഞാൻ പറയാം. അത് കേവലം 5% താഴെ. എവിടെ? 32 ലക്ഷത്തിന്റെ 5% താഴെ. കാര്യം 80 വയസ്സ് കൂടി പിന്നിട്ട കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമാണ് അത് ആ തുകയാവുന്നത്. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും വാങ്ങിയിരുന്നത് 600-നും 1200-നും ഇടയിൽ. ബഹുഭൂരിപക്ഷവും വാങ്ങിയിരുന്നത് 1200-ന് ഇടയിലായി. കേൾക്കൂ, ബഹുഭൂരിപക്ഷം വാങ്ങിയിരുന്നത് 600. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ 600 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ടോ? അല്ലേ? ഓരോ വർഷം കഴിയുമ്പോഴും ജീവിത സാഹചര്യം മാറുന്നു, വിലക്കയറ്റം വരുന്നു. അതിനനുസരിച്ച് 10 വർഷം ശരിയല്ല. സമയമാണ്. അപ്പൊ സ്മൃതി ചോദിച്ചത് ഞാൻ ഇടപെട്ട് ക്ലാരിറ്റി വരുത്തിയെന്നേ ഉള്ളൂ. ആ 600 രൂപ പോലും 18 മാസം
ചില ആളുകൾക്ക് മുടങ്ങിക്കിടന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഞാൻ വായിച്ചത്. ശരി, രണ്ടാമത്തെ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഒന്ന് ഖണ്ഡിച്ചോട്ടെ. KSRTC അങ്ങ് പറഞ്ഞു, KSRTCയിൽ എത്ര ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് പരിശോധിക്കണം. കുടിശ്ശിക ഉൾപ്പെടെ നൽകി അവരെ തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് DA ഉണ്ട് എന്നുള്ള ചോദ്യം അവിടെയൊക്കെയുണ്ട്. ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. KSRTC ലാഭത്തിലാക്കി എന്ന് പറയുമ്പോൾ ആളുകളെ പിരിച്ചുവിട്ടിട്ട് കൂടിയാണ് ലാഭത്തിലാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇപ്പോ KSRTCയുടെ അവസ്ഥ 2021 ഭേദമാണോ അല്ലയോ? പറയൂ, ആണോ അല്ലയോ? 2016 തൊലിപ്പുറത്തെ ചികിത്സ മാത്രം പറയാതെ അതിനകത്ത് കടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടെന്നേ. ഇപ്പൊ അങ്ങ് ഇപ്പൊ 600 നിന്നു, 600 മാറി 1200 വരെ 1500 ഉള്ളതായി. അത് കഴിഞ്ഞപ്പോൾ അല്ലല്ല, അങ്ങനെ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. 34,000 കോടി രൂപ പെൻഷൻ കൊടുക്കാതെ ബാക്കി വെച്ചിട്ടാണ് പറയുന്നത്. 34,000 കോടിയാണ് സർക്കാരാണ്. ഞാൻ അതുകൊണ്ടാണ് ആന്റോ അഗസ്റ്റിൻ നിയമസഭയിൽ നിന്ന് തോമസ് അരുൺ സാറേ, ഇത് തർക്കിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ക്ലിയർ ആണ്. 10 വർഷം കൊണ്ട് 34,000 കോടി രൂപ ക്ഷേമ പെൻഷൻ 34,000 കോടിയാണ്. 5% പേർക്ക് കിട്ടുന്നതാണോ 95% പേർക്ക് കിട്ടുന്നതാണോ നമ്മൾ പറയേണ്ടത്? 5% തള്ളിക്കളയുന്ന ശതമാനമാണോ? അല്ല, അങ്ങ് 95%, 5%-ന് 1,200 എന്ന് കിട്ടുന്ന 1,500 കിട്ടുന്ന കണക്ക് അങ്ങ് ഒമിറ്റ് ചെയ്തിട്ടാണ് ബാക്കി പറഞ്ഞത്. 32 ലക്ഷത്തിൽ 28 ലക്ഷത്തിനും കിട്ടുന്നത് 600 രൂപയാണെന്നിരിക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ 1,200 എന്ന് പറയുക? നിങ്ങളപ്പ പറയേണ്ടിരുന്നത് ഈ 500-ഉം 1,500-ഉം മുൻപ് ഈ വിഷയം, പെൻഷന്റെ വിഷയം നമ്മൾ വ്യക്തമായി ഇതേ മീഡിയ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്ത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു അങ്ങനെ അവസാനിപ്പിക്കില്ല. അങ്ങ് പറഞ്ഞ ക്ലാരിറ്റി അങ്ങ് പറയുകയാണ്, അത് ശരിയല്ല. 45 രൂപയാണ് സംസ്ഥാനത്തെ പെൻഷൻ, 60 രൂപ. 2 കോൺഗ്രസ് സർക്കാരുകളും ഇടയ്ക്ക് കൂട്ടിയില്ല. 96-ൽ 500 രൂപയാക്കിയത് VS-ന്റെ കാലത്താണ്. പിന്നീട് 100 രൂപയെ കൂട്ടിയുള്ളൂ. പിന്നെ അത് ഈ 2,000 വരെ പോയത് കഴിഞ്ഞ 10 വർഷമാണ്. ഇത്ര ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ 2,000 രൂപയിൽ 2,000 രൂപയിൽ സ്മൃതി, ഇതിനകത്ത് എത്ര രൂപയാണ് കോൺഗ്രസിന്റെ സംഭാവന? അത് പറഞ്ഞാൽ മതി. ഈ 2,000 രൂപ ഇപ്പൊ വാങ്ങുന്നതിൽ കോൺഗ്രസിന്റെ സംഭാവന എത്രയാ? 100 രൂപ. അതാണ് ഈ പറയുന്ന 32 ലക്ഷം പേർക്ക് കൂട്ടിക്കൊടുത്തത്. അതാണ് കഴിഞ്ഞ 18 മാസം പല ഘട്ടങ്ങളിലായി പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കുടിശ്ശികയിട്ടത്. ഞാൻ അതുകൊണ്ടാണ് നിയമസഭയിലെ ഉത്തരം തന്നെ വായിച്ചത്. എനിക്കറിയാം ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. കോളേജ് വിദ്യാർത്ഥികളുടെ കാര്യം, ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി വാഗ്ദാനം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ നാണമില്ലേ? കണക്ട് വർക്കിന്റെ പേരിലാണ് ഇത് കർണാടകയിൽ കൊണ്ടുവന്നു കേട്ടോ. കർണാടകയിൽ അതിൻ്റെ പേര് ഗൃഹലക്ഷ്മി, പിന്നെ യുവനിധി, ഇങ്ങനെ 2 പ്രോജക്റ്റുകളെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റസ് ചെയ്യാൻ നോക്കി. 40%. ഇനി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. എവിടെ നിന്ന്, ഏത് ഫണ്ടിൽ നിന്ന്, ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ്? നോക്കൂ സാർ, സ്മൃതി, നമ്മുടെ കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഒരു ഫാമിലി ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നത് 5 ലക്ഷം രൂപ വരെയാണ്. എവിടെ? ബിലോ പോവർട്ടി ലൈനിൽ. ആ പദ്ധതിക്ക് ഒരു പേരുണ്ട്, കാസ്പ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിൽ കേന്ദ്രവിഹിതം എത്രയാണെന്നറിയോ? 150 കോടിയാണ്. ആ പദ്ധതിയിൽ നമ്മൾ എത്രയാണ് മുടക്കുന്നതെന്നറിയാമോ? 1,500 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 10% മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള ഈ കാസ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇതിനെയാണ് 5 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. 25 ലക്ഷം രൂപ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. എവിടെ നിന്ന്, ഏത് പണത്തിൽ നിന്ന്, ഏത് പദ്ധതിയുടെ ഭാഗമായി? കേരളത്തിലെ ജനങ്ങളൊന്ന് വിശ്വസിക്കുമോ? അല്ല, എങ്ങനെ ചോദിക്കും? എങ്ങനെ, ഏത് പദ്ധതി? ആകെ തരുന്നത് 150 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ 1,500 കോടിയിൽ. എവിടെ നിന്ന് പൈസ കണ്ടെത്തും? പറയൂ, എവിടെ നിന്നാണ് ഈ പദ്ധതി ഒന്ന് വിശദീകരിച്ചാലുണ്ടല്ലോ ഒരു സംശയമില്ല. അതാണ് ഒന്ന്. ഇനി അടുത്തത്, യുവസംരംഭങ്ങൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ. ഏത് അക്കൗണ്ടിൽ നിന്ന്? ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ വന്നപ്പോൾ 320 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 7,000 സ്റ്റാർട്ടപ്പുകളിലേക്ക് അത് വളർന്നു. അത് വളർന്നത് എങ്ങനെയാ? സ്റ്റേറ്റിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാ. വ്യക്തമായി സർക്കാർ പാസാക്കിയ സ്റ്റാർട്ടപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 ലക്ഷം രൂപ ഉപാധിരഹിത വായ്പ ആർക്ക് കൊടുക്കാൻ, എങ്ങനെ കൊടുക്കാൻ, എന്താണ് ഇതിന്റെ സ്കീം? അടുത്തത്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. ഞാനത് വിടുന്നു, അതൊക്കെ വരുന്ന കാര്യം. ഇനി അതിന്റെ സ്റ്റാറ്റസ് കൂടി ഞാൻ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച ഇതേ വാഗ്ദാനങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയതിനെക്കുറിച്ച്, കർണാടകയിൽ 55 വാഗ്ദാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു. എത്ര എണ്ണം നടപ്പിലാക്കി? 55 RT കൊടുത്തു. 59 എണ്ണത്തിൽ ആകെ നടപ്പിലാക്കിയത് 2 എണ്ണം. കർണാടക സർക്കാരിൻ്റെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ സ്റ്റാറ്റസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി
വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിൻ്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല 2 രൂപ. അവരുടെ വീട്ടിൽ ചാണകവുമായിട്ട് കാത്തിരിക്കുക കർഷകർ. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. തീർന്നില്ല ആൻഡ്രൂ അഗസ്റ്റിൻ. കൗതുകരമായ എന്തറിയോ? അത് കഴിഞ്ഞ് ഇത് വലിയ വിമർശനത്തിന് വിധേയമായപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2 രൂപ 3 രൂപയാക്കി. 2 രൂപ 3 രൂപ ആക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാ ചാണകവും വാങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡീകമ്പോസ് ചെയ്ത ചാണകം മാത്രമേ വാങ്ങൂ. എങ്കിൽ നിങ്ങൾ ആ ചാണകമെങ്കിലും വാങ്ങ്. ആ ചാണകവും വാങ്ങിയില്ല സർ. ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ സാർ, ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്കൊരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കറിയുമോ കേരളത്തിൽ കാസ്റ്റ് ഇൻഷുറൻസ് അല്ല, അഷുറൻസിന്റെ സ്കീമിലാണ് വരുന്നത്. ഇൻഷുറൻസിന് ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത പരിപാടിയല്ല, അഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയതാ. ഇതാണ് കാരുണ്യ പദ്ധതി എത്ര കൊടുത്തിരുന്നു? എത്ര പറയൂ, കണക്ക് പറയൂ. കാരുണ്യ പദ്ധതി എത്ര കൊടുത്തിരുന്നു? എങ്ങനെ കാസ്റ്റ് ബിലോ പോവർട്ടി ലൈനിൽ എങ്ങനെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ അടുത്തത് 1111 കോടി. ഇപ്പൊ എത്ര? 1500 കൂടുതലാ ബിലോ പോവർട്ടി ലൈനിൽ. അല്ല, വർഷമൊക്കെ കഴിയുമ്പോൾ കാലം കഴിയും 10 വർഷമായി. പിന്നെ അത് പറയണ്ടേ? 5 വർഷം കൊണ്ട് കാസ്പിൽ നമ്മൾ 1500 കോടിയും 2000 ആക്കിയത് വലിയ കണക്കായി പറയുമ്പോൾ അത് പറയേണ്ടി വരും. വീഡിയോ ഞാൻ ഇന്ന് കണ്ടു. പറയുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകിയെന്നാണ് പറഞ്ഞത്. 2 രാഹുലിന്റെ വാഗ്ദാനം നടത്തി. എവിടെ ഏത് വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്? ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആപ്പ് ഉണ്ടാക്കിയോ? ഒരു സോപ്പ് കൊടുത്തോ? വേറൊരു വാക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയണമെന്നുള്ളത് ന്യായമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയാം. ആപ്പും കൊടുത്തില്ല, സോപ്പും കൊടുത്തില്ല അവിടെ. എന്നിട്ടാണ് പുതിയ ഗ്യാരണ്ടി എന്നിട്ടാണ് ഈ ഗ്യാരണ്ടി. ആര് വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്തോ 600 വാഗ്ദാനങ്ങളിൽ 600 പാസ് 585 എണ്ണവും പാസ്സാക്കി. അത് 99% ഒന്നാമത്തെ പിണറായി സർക്കാർ പാസ്സാക്കുന്നു. രണ്ടാമത് 900-ൽ ഏകദേശം 97% പാസ്സാക്കിയിട്ട് വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ, ഇന്ന് ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം എത്രയാ കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്? 100 കോടിക്ക്. എത്ര പേർക്കാണ് അതിന് ആനുകൂല്യം ലഭിക്കുക? 12,000 മനുഷ്യർക്ക് കണ്ട് ഇത് കിട്ടത്തുള്ളൂ. തുരുത്തിലുണ്ടായിരുന്ന കുറച്ച് മനുഷ്യരാ, പാവപ്പെട്ട മനുഷ്യരാ. പക്ഷെ അവർക്ക് 100 കോടി. ഏതാ ഫണ്ട്? കിഫ്ബി ഫണ്ട്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാ എങ്ങനെയാ ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി. ആ കിഫ്ബി വേണ്ടെന്ന് വെച്ച സർക്കാരാ. ഈ പണം കിഫ്ബിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി? ഇത് എവിടെ നിന്ന് ഈ പണം വരും സാർ? എങ്ങനെ ഈ ഗ്യാരണ്ടി നടപ്പാക്കും സാർ? ഇത് കേരളത്തിന് ആവശ്യമുള്ളതാണോ? ഇതാണോ കൊട്ടിഘോഷിച്ച് ഗ്യാരണ്ടി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഒരു കോമഡി പ്രഖ്യാപനം മാത്രമായി പോയി എന്നുള്ളതാണ് മിനിമം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്കീം കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നതാണ്. ഒടുവിൽ ഈ പ്രഖ്യാപനം തർജ്ജമയോ പോകട്ടെ, തർജ്ജമയ്ക്ക് സമാനമായ രീതിയിൽ ഇത് മാറി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ എനിക്കറിയാം കുറച്ചധികം സമയം ഞാൻ എടുത്തു. മോദി പിണറായിയെ നിയന്ത്രിക്കുന്നു എന്നാണല്ലോ ഇന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ മോദി സർക്കാരിനെതിരെ പാസ്സാക്കിയ എത്ര പ്രമേയങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റും? ഞാൻ 2019 മുതൽ എണ്ണി നോക്കായിരുന്നു. നിയമസഭയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾക്കെതിരെ കൊണ്ടുവന്നത് 7 പ്രമേയങ്ങളാണ്. 7 പ്രമേയങ്ങൾ കേരളത്തിലെ നിയമസഭ പാസ്സാക്കി. മോദി നിയന്ത്രിക്കുന്ന പിണറായി സർക്കാരാണോ മോദി സർക്കാരിനെതിരെ 7 പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്? 2019 പൗരത്വ നിയമ ഭേദഗതി, 2020 കേന്ദ്രത്തിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ കേരള സർക്കാർ പാസ്സാക്കിയ നിയമസഭയിലെ പ്രമേയം, 2023 യൂണിഫോം സിവിൽ കോഡിനെതിരെ, 2024 കേന്ദ്ര നയത്തിന്റെ ഞെരുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ, 2024 ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനത്തിനെതിരെ, 2024 തന്നെ വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ, ഇങ്ങനെ തുടർച്ചയായി കേരളം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ കേരളം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ പൗരത്വ നിയമ ഭേദഗതിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വിഭാഗീയമായ നിയമനിർമ്മാണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വന്തം നിയമനിർമ്മാണം നടത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റേത് സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് സാർ? മറ്റേത് സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? മറ്റേത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ കൊടുത്ത PMC പദ്ധതി വാങ്ങി കൃത്യമായി സ്വന്തം അക്കൗണ്ട് വീർപ്പിച്ച കോൺഗ്രസ് അല്ലേ രാജസ്ഥാൻ ഭരിച്ചത്? അതേ കോൺഗ്രസ് അല്ലേ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്? അതേ കോൺഗ്രസ് അല്ലേ കർണാടകയിൽ ഉണ്ടായിരുന്നത്? എന്നിട്ട് PMCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഇതാ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത്
മോദിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് പുലബന്ധമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു കോമഡി യുദ്ധമായി മാറി എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലേക്ക്. ആൻഡ്രൂ അഗസ്റ്റ്, ഈ രാഹുൽ ഗാന്ധി മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അതറിയോ? മോദി ഗ്യാരണ്ടി എന്താണ്? ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനമാണ് എന്നുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മോഡി ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനമാണ്. അതെങ്ങനെയാണ് ഗ്യാരണ്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ, മുൻപ് ഭരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ അത് ഗ്യാരണ്ടി ആകുള്ളൂ എന്ന് പറഞ്ഞ ആരാ? രാഹുൽ ഗാന്ധിയാ. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുൻ സർക്കാർ ഭരിച്ച സമയത്ത് ഇത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് ഗ്യാരണ്ടി ആവുള്ളൂ, അല്ലെങ്കിൽ അത് വാഗ്ദാനമാവും. ഇത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാരണ്ടി യുദ്ധം നടത്തുന്നതിനേക്കാളും കൂടുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2021 2016 ഒക്കെ പ്രിൻ്റ് ചെയ്ത് അതേ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് വായിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം കനകോല് വേറൊന്നും ചെയ്തിട്ടില്ല. കനകോല് ചെയ്തത് എന്താ? കർണാടകയിൽ പ്രിൻ്റ് ചെയ്തതും തെലങ്കാനയിൽ പ്രിൻ്റ് ചെയ്യുന്നതുമായ സാധനം നേരെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. രാഹുൽ ഗാന്ധി അത് വായിച്ചു, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒന്നും നടന്നിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന്, എന്താ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് വികസനം നടക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. 2016 ഇലക്ഷനോട് അടുത്തുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ കേരളം കണ്ടെന്താ അറിയോ? തറക്കല്ലിടലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നിൽക്കാതെ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഓടുകയായിരുന്നു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തറക്കല്ലിടാൻ വേണ്ടിയിട്ട്. അവിടെ തറക്കല്ലിടുന്നു, ഇവിടെ തറക്കല്ലിടുന്നു, പിന്നെ എന്താണ് നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റിന് തറക്കല്ലിടുന്നു, എയർപോർട്ടിന് തറക്കല്ലിടുന്നു, മെട്രോയ്ക്ക് തറക്കല്ലിടുന്നു, ഭൂലോകം തറക്കല്ലിടലായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് എന്താ അറിയോ? ഇപ്പോൾ നടക്കുന്നത് ഉദ്ഘാടനങ്ങളാണ്. പാലങ്ങൾ, റോഡുകൾ, ഹൈവേകൾ എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത്. ഇതാണ് ഈ രണ്ട് സർക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. 2500 രൂപയാണ് പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 2000 പൂർത്തീകരിച്ചു. നേരത്തെ മാധു പറഞ്ഞതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ VS അച്യുതാനന്ദൻ്റെ കാലം വരെ ഉണ്ടായിരുന്ന പെൻഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. 2006 വരെ 100 രൂപയാണ്. VS അച്യുതാനന്ദൻ 120. VS അച്യുതാനന്ദൻ വന്നിട്ട് ഒറ്റയടിക്ക് 500 രൂപയായി മാറ്റി. മനസ്സിലായോ? അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപയാണ് കൂട്ടിയത്, എന്നിട്ടാണ് അത് 600 ആക്കിയെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് ഈ 2000-ലേക്ക് കുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1400 രൂപയുടെ വർധനയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അത് മാത്രമാണോ? ഈ 100 രൂപ കൂട്ടി, ശരി ഉമ്മൻചാണ്ടി സർക്കാർ 100 രൂപ നല്ല കാര്യം എന്ന് വെക്കുക, എന്നാൽ ഇത് കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 34,000 കോടി കൊടുത്തു തീർത്തത് പിണറായി വിജയൻ സർക്കാരാണ്. ഇപ്പം 600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണ് 2021 ഈ പറഞ്ഞ UDF-നെ തോൽപ്പിച്ചത് കേട്ടോ. അന്നും UDF-ന്റെ ഗ്യാരണ്ടി എത്രയാ? 3000. അല്ല അന്ന് 3000 പെൻഷൻ, 3000-വും സ്ത്രീകൾക്ക് 6000. ഒരു വീട്ടിലേക്ക് 72,000 രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ. ഒരു വർഷം കേരളത്തിലെ സ്ത്രീകൾക്ക് 72,000 രൂപ കൊടുക്കുമെന്ന് 2021 UDF പറഞ്ഞിട്ട് അത് വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വസിക്കാത്ത സ്ഥലത്തേക്കാണ് പിന്നെ 3000 കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കേണ്ട കാര്യമില്ലേ? പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് 2000 കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നല്ലേ, 1000 രൂപ സർക്കാർ, പിണറായി സർക്കാർ കൊടുത്തു തുടങ്ങി, 1000 രൂപ. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ, ഞാൻ പറയുന്നതേ, ഒട്ടും ഹോംവർക്ക് ചെയ്യാതെ, ഒട്ടും കേരളത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കേരള ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പോലും മനസ്സിലാക്കാതെ കനകോലും ഉണ്ടാക്കി കൊടുക്കുന്ന റിപ്പോർട്ടാണെന്നേ ഇത് കേരളത്തിലെ ജനങ്ങൾ എത്ര വർഷങ്ങളായി തള്ളിത്തളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്താണ് വന്ന് പറയുന്നത്? ഞങ്ങൾ 100 സീറ്റിൽ മേലെ അധികാരത്തിൽ വരും എന്ന് പറയുകയാണ്. അത് തന്നെ വലിയ കോമഡിയാണ്. ഞാൻ പറയും, ഈ നുണ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന നുണയെങ്കിലും പറയണ്ടേ? നുണ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്ന നുണയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ ഒഴിവാക്കി 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ഉദാഹരണം പറയാം. ഇന്നത്തെ ഗ്യാരണ്ടികളിൽ പാളീസായ ഒരു ഗ്യാരണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 25 ലക്ഷം ഒരു വീടിന് ഇൻഷുറൻസ്. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഇൻഷുറൻസുള്ള കേരളത്തിലെ ഞാൻ വിചാരിക്കുന്നു 35% ആൾക്കാരെങ്കിലും സ്വന്തം ഇൻഷുറൻസുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? ആ ആൾക്കാർ ചോദിച്ചാൽ മതി, ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം എത്രയാണെന്നാണ് വിചാരിക്കുന്നത്? വെറും 5 ലക്ഷം രൂപയുടെ പ്രീമിയം ഞാൻ പറയുന്നത്. അപ്പോൾ 25 ലക്ഷത്തിന് എത്ര പ്രീമിയം വേണം? 1 കോടി കുടുംബങ്ങളില്ല കേരളത്തിൽ, 1 കോടിയിൽ മേലെ കുടുംബങ്ങളിൽ ജനങ്ങൾ വർക്കൗട്ട് ചെയ്താൽ പൊളിഞ്ഞ് പാളിസാവുന്ന സാറേ. ഒരു വർഷം ബേസ് 40,000 കോടി വേണം.
കേരളത്തിലെ ബഡ്ജറ്റിന്റെ പകുതിയായിന്ന്. 10 ലക്ഷത്തിന് ഞാൻ 30,000 രൂപ പ്രമേയം. അതാണ് ഞാൻ പറയുന്നത് സാറേ, 25 ലക്ഷം എത്ര വേണം? അതാണ് ഞാൻ പറഞ്ഞത്, 50,000 കോടിക്ക് മേലെ വേണം, 40,000 കോടി മിനിമം. പകുതി അത് കേരളത്തിലെ ബഡ്ജറ്റിന്റെ പകുതി കേരളത്തിൽ ഇൻഷുറൻസിന് മാറ്റിവെക്കുന്ന പറയുന്നത് ഭൂലോക വിഡ്ഢിത്തരം പറയുന്ന ഒരു ഗ്യാരണ്ടി എന്നല്ല പറയുന്നത്, ഇതൊരു വാഗ്ദാനമായി പോലും കാണാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ പറയുന്നത് വിവരദോഷത്തിനും പറയുന്നതിന് ഒരു അതിലില്ലേന്ന്, ഒരു വിവരദോഷത്തിനും പറയുക അതിലില്ലേ? നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന പെൺകുട്ടികൾക്ക് 100,000 രൂപ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ, 1000 കോടി കൊടുത്ത് ഒരു 1100 ആക്കി കൂടായിരുന്നോ? അതുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന സർക്കാരിന്റെ അതേ കാര്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്നും കർണാടകയിൽ KSRTC പോകുന്നവർക്ക് 1000 രൂപ, പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുകയാണ്. ഈ കേരളത്തിലെ കർണാടകയിൽ പൊളിഞ്ഞ് പാളീസായത് ഇവർക്ക് അറിഞ്ഞൂടെ? അതിന് നേതൃത്വം നൽകിയ കേരളത്തിലെ MP ആണ്. ഓർക്കണം, കർണാടകയിലെ ഇലക്ഷന് നേതൃത്വം നൽകിയത് കേരളത്തിലെ MP ആണ്. ഇപ്പം ഞാൻ 3 ദിവസമായി ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, തെലങ്കാനയിലെ പത്രപരസ്യം. തെലങ്കാനയിലെ പത്രപരസ്യത്തിൽ കേരളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ പത്രം പരസ്യം എടുത്തു നോക്കിയേ. അവിടുത്തെ BRS എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി പറയുന്നത് അവിടെ ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ്. എന്നിട്ട് ഇവിടെ കേരളത്തിൽ പരസ്യം കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അല്ല, നടപ്പിലാക്കിയിട്ടില്ല എന്ന്, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം അറിയോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കർണാടകയിൽ പൊളിഞ്ഞ് പാളീസായ കർണാടകയിലെ ആണുങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഭാരം കൂടെ ആണുങ്ങളെ തലയിൽ വെച്ച് കൊടുത്തു. കാരണം ഇവിടെ കുറച്ചു കൊടുത്തിട്ട് നേരെ ഡബിൾ ആക്കി കൊടുത്തു യാത്രാ കൂലി. ഉണ്ടെന്ന് നിങ്ങൾ വേർതിരിച്ചിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയി കൊടുത്തിട്ട് ഒരു കുടുംബത്തിൽ അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം. ഒരു മിനിറ്റ് സുനിലെ, സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ പറയുന്നിട്ട് ഈ ഒരു കുടുംബത്തിലെ ഭാര്യയുടെ യാത്രാ കൂലി എടുത്ത് ഭർത്താവിന്റെ തലയിൽ വെച്ച് കൊടുത്തുള്ള അവസ്ഥ എന്താണ്? ഇതാണോ ഈ പറയുന്ന സ്ത്രീ സുരക്ഷ? ഇതാണോ സ്ത്രീ സുരക്ഷ? എന്നിട്ട് അത് പൊളിഞ്ഞ് പാളീസായി. എന്നിട്ട് KSRTC പൂട്ടിത്തരണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയ ആൾക്കാരാണ്. പൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയ ആളാണ്. നിയമസഭയിൽ വന്നിട്ട് ആര്യാണ മുഹമ്മദ് പറഞ്ഞത് KSRTC പൂട്ടലിൻ്റെ വക്കീലാണ് എന്ന് പറഞ്ഞ ആളാണ് KSRTCയിലെ യാത്ര ഫ്രീ ആക്കി കൊടുക്കാൻ പോകുന്നത്. ഇപ്പം അതൊന്ന് ക്ലച്ച് പിടിച്ചിട്ട് ആകെ ഒരു 5-6 മാസമായിട്ട് ക്ലച്ച് പിടിച്ച് ലാഭത്തിലേക്ക് കയറി വന്നിട്ടേ ഉള്ളൂ. അതൊന്ന് 4 ബസ് മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് 4 ബസ് ഓടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വോൾവോ ബസ്സൊക്കെ വൃത്തിയായി ഓടുന്നത് കാണുന്നേ ഉള്ളൂ. അപ്പൊ അപ്പോഴത്തേക്കും അത് പൂട്ടിക്കണം. ഷെഡ്യൂളുകളും ശമ്പളം പകുതിയാണ് കൊടുക്കുന്നത്. എത്രയാ സ്മൃതി വേണം? 16,000 ആൾക്കാരെ അവിടെ പണിയെടുക്കുന്നുള്ളൂ. ആകെ 500 താഴെ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. 16,000 ആൾക്കാർ, 15,500 ആൾക്കാർക്ക് കൂടുതൽ ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താ അറിയോ, കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് പൂട്ടിപ്പോവാൻ പറയുന്ന ഒരു കമ്പനി അത് പ്രോഫിറ്റിലേക്ക് വരുന്നത് മാത്രമല്ല, അവിടുത്തെ ജീവനക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് മുഴുവൻ കിട്ടുന്നുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിയത് തന്നെ വലിയ കാര്യമല്ലേ? അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾക്ക് ഒരു ഇലക്ഷനല്ലേ നേരിടാൻ പോകുന്നത്? ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ പാർട്ടിയല്ലേ, ഒരു പ്രതിപക്ഷ നേതാവല്ലേ? ആ പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ പാർട്ടിയായി ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മത്സരം നടത്തുന്ന സമയത്ത് ഈ ജൂഡോ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ? ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇന്നലെ കളരിപ്പയറ്റ് നടത്തുന്നതും വേറെന്തൊക്കെയോ നടത്തുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നാളെ ഞാൻ വായിക്കാൻ പോകുന്നത് എന്താണെന്നെങ്കിൽ അത്യാവശ്യം ഈ കുളത്തിൽ ചാടുന്നതിനേക്കാളും കടലിൽ ചാടുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് നാളെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? മലയാളം മനസ്സിലായി എന്നുള്ള കാര്യം സ്മൃതി മേഡം പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിക്ക് മലയാളം മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. മലയാളത്തിൽ കേരളത്തിലാണ് കൂടുതൽ പരിപാടി. കേരളത്തിലൊരു MP ആയിരുന്നു. കേരളത്തിൻ്റെ 5 വർഷം ഭരിച്ച കേരളത്തിലെ MP ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ കേരളത്തിലെ MP ആണ്. എന്നിട്ട് കേരളത്തിൽ എന്ത് നടപ്പിലാക്കാൻ പറ്റും, എന്ത് നടപ്പിലാക്കാൻ പറ്റില്ല, കേരളത്തിലെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു 5 ഗ്യാരണ്ടി, അധികമൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പ്രകടനപത്രിക പുറത്തു ഇറക്കിയില്ലല്ലോ, ഒരു 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ 5 ഗ്യാരണ്ടി വൃത്തിയായി പറയാത്ത ആൾക്കാരെ കയ്യിൽ ഒരു 5 വർഷം ഭരിക്കാൻ സർക്കാർ അധികാരം, കേരളത്തിലെ ജനങ്ങൾ അധികാരം കൊടുക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഇതിൻ്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അറിയോ, ഇത് കോൺഗ്രസിനെ കുറ്റം പറയാമെന്ന് വിചാരിക്കുക ചെയ്യരുത്. ഇവർ ചെയ്യുന്നത് കൊണ്ടാണെന്നേ, ഇവരിത് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ പറയും, ഇന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും നിരന്നിരുന്ന സഭയല്ലേ അത്, അല്ലേ? ഒരു സ്റ്റേജല്ലേ അത്? അതൊന്ന് വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? വൃത്തിയായി പരിഭാഷപ്പെടുത്താൻ പറ്റിയോ? അതുപോലും പ്രോപ്പറായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, VD സതീശൻ വലിയ യാത്രയാണ് കാസർഗോഡ് വഴി തിരുവനന്തപുരം നടത്തിയത്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി, ഒക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് അവസാനം കൊണ്ട് കല ഉടയ്ക്കുന്ന പരിപാടിയില്ലേ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം VD സതീശൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും അറിയാം എല്ലാവരോടും, നിങ്ങളെല്ലാവരും ഇതൊരു പൊതു സദസ്സാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് വൃത്തിയായി ഇതിനെ സമാപിപ്പിക്കണം എന്ന് എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വൃത്തിയായി അടങ്ങിയിരുന്നു, കുട്ടികളെ പോലെ.
പക്ഷേ അത് ആര് കൊളാക്കി? അതിൽ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇതിങ്ങനെ പറഞ്ഞ് കൊളാക്കി തരാം. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം അതിന് മുൻപ് അത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ ക്ഷേമ പെൻഷൻ ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് എത്ര രൂപ പെൻഷൻ? ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക്, വീടുകൾക്ക് മുഴുവനുമാണ്, മനസ്സിലായി, ഓരോ കുടുംബങ്ങൾക്കുമാണ്. അപ്പോൾ 25 ലക്ഷം രൂപ പെൻഷൻ, 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ? മനസ്സിലായോ? അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതെങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കണ്ടേ? ഇത് കൊടുത്ത ആൾക്കാരോട് ചോദിക്കണ്ടേ? ഇതുപോലും ചോദിച്ചിട്ടില്ല. അപ്പം ഇതിനൊക്കെ ഇനി ഞാൻ പറയുന്നത് എന്താ പറയുക, ഈ പ്രകടന പത്രിക എന്ന് പറയും, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു UDF കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി, BJP കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി, കോൺഗ്രസ് കുറേ പ്രകടന പത്രിക ഉണ്ടാക്കി. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ആര് ഇത് എന്ത് നടപ്പിലാക്കിയെന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അതും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അറിയാം കേരളത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പം ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ചൊരു നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനം 2 എണ്ണം മതിയെന്നേ, 5 എണ്ണം മതിയെന്നേ, 6 കയ്യിലിരിക്കുന്ന സീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കയ്യിലിരിക്കുന്ന സീറ്റ് ഈ കളിയാണ്, ഈ കയ്യിൽ നിന്ന് പോകും. അതിനേക്കാളും ഭേദം മര്യാദയ്ക്ക് ഒരു 10 വാഗ്ദാനം പറഞ്ഞ് ഇതാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇന്നയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പിണറായി വിജയൻ ശൈലി തന്നെ വിടുന്ന് വേറെ കുറച്ചും കൂടെ കൊണ്ടുപോവാ. കേരളത്തിൽ എന്തൊക്കെ പുതിയ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരാൻ പറ്റും, വേറെ ഏതൊക്കെ ശൈലിയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ ക്ഷേമ പെൻഷനിൽ പിടിച്ച് നമുക്കറിയാലോ 2500-നോ 3000-നോ മേലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാലോ. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതാണ് നല്ല ക്ഷേമ പെൻഷനാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, അത് നന്നായി കൊടുക്കുന്നുണ്ട്, ഞങ്ങളിതാ ഇന്ന വാഗ്ദാനം വൃത്തിയായി നടപ്പിലാക്കും, ഞങ്ങൾ ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും, ഞങ്ങൾ ഇന്ന സംവിധാനം ചെയ്യും, ഇന്ന ഏരിയയിലേക്ക് ഇന്ന മാറ്റങ്ങൾ വരുത്തും. ഇതൊക്കെ പറഞ്ഞുകൂടെ? ഇതൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് പിന്നെയും വിശ്വാസം അത് ശരിയാണല്ലോ എന്നെങ്കിലും തോന്നും. അതിന് പകരം എന്താ പറയുന്നത്, നിങ്ങൾക്ക് 25 ലക്ഷം തരാം, നിങ്ങൾക്ക് 6000 തരാം, നിങ്ങൾക്ക് 72,000 തരാം, നിങ്ങൾക്ക് ഇവിടെ പിന്നെ വീട് വെക്കാൻ സ്ഥലം തരാം, 3 സെൻറ്റ് വീട് കേരളത്തിലെ പട്ടയമില്ലാത്തവർക്ക് എല്ലാം 3 സെൻറ്റ് വീട് എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത്. എന്നിട്ട് കേരളത്തിലെ എത്ര പേർക്ക് UDFൻ്റെ ഭരണകാലത്ത് 3 സെൻറ്റ് കിട്ടി? കേരളത്തിലെ സ്ഥലമില്ലാത്ത എല്ലാവർക്കും അങ്ങനെയാണ് വാഗ്ദാനം. 3 സെൻറ്റ് വീട്, 3 സെൻറ്റ് സ്ഥലം കിട്ടും, അവിടെ നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് എത്ര പേർക്ക് 3 സെൻറ്റ് സ്ഥലവും വീടും കിട്ടി? അപ്പം പറ്റുന്ന പണിയെടുക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ നമ്മൾ നോക്കിയപ്പോഴേ ഈ ഫാമിലിയുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ മൊത്തം എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? 7,71,000 77,16,370 2011 അത് പോട്ടെ, 1 കോടിക്ക് വേണ്ട, നമുക്ക് 77 ലക്ഷത്തിൽ പിടിക്കാം. 77 ലക്ഷം, ഇനി അത് ബാക്കി 16 കൂടെ നമ്മൾ വിട്ടു. 77 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് കിട്ടുന്ന ഒരു പദ്ധതിയുടെ പ്രീമിയം എത്ര അടയ്ക്കേണ്ടി വരുമെന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10,000 രൂപ വെച്ച് 10,000 × 77 ലക്ഷം എന്നൊന്ന് കൂട്ടിയാൽ മതി. എത്ര വരുമെന്നറിയാം? 10,000 × 77 ലക്ഷം കേരളത്തിലെ ബഡ്ജറ്റിന് പുറത്തു പോകും. ഞാൻ കണക്കൂട്ടിയപ്പോൾ കേരളത്തിലെ ബഡ്ജറ്റ് ഉള്ളിൽ നിൽക്കില്ലത്, കേരളത്തിലെ ബഡ്ജറ്റിന് മുകളിൽ പോകുന്ന കണക്കാണ്. ഒരു സ്ഥാപനത്തില് മുഴുവൻ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് കുടുംബത്തിന്റെ കാര്യം കൊടുക്കാൻ പറ്റുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നോക്കിയാൽ മതി. എന്റെ കുടുംബത്തിൽ 5 പേരുണ്ട്, 5 പേർക്ക് ഇൻഷുറൻസ് എടുക്കാൻ എത്ര വേണമെന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം, ഏറ്റവും മിനിമം ഫെസിലിറ്റി പ്രീമിയം കൊടുക്കുന്നത് ഇന്റർനെറ്റിൽ കാണിക്കുന്നത് 8,000 രൂപയാണ്. ഒരു ഫാമിലിക്ക് 20 ലക്ഷം രൂപയാട്ടോ, ഇത് 25 ലക്ഷം. അപ്പോൾ 10,000 രൂപ വെച്ച് ഏറ്റവും മിനിമം 10,000 രൂപ മിനിമം പ്രീമിയം ഒരു കുടുംബത്തിന് വെച്ച് നോക്കിയാൽ 77 ലക്ഷം കുടുംബത്തിന് പ്രീമിയം അടയ്ക്കണം. 77 ലക്ഷം × 10,000 എത്ര കണക്ക് വരുമെന്ന് ആലോചിച്ചു. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് മനസ്സിലാക്കാത്തത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. ഇന്ന് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ മോർണിംഗ് ഷോ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ പീരുമേട്ടിലായിരുന്നു രാഹുൽ ഗാന്ധി. മോർണിംഗ് ഷോ പകുതി ആയപ്പോഴേക്ക് ശിവഗിരിയിലെത്തി. അപ്പോൾ പറഞ്ഞോട്ടെ, ഇതും കൂടെ പറഞ്ഞ എന്തായിരിക്കും കാരണം ഞാൻ പറയണ്ടല്ലോ. അല്ല, എന്തുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കുന്ന അറിയോ? ചിലർക്ക് മാത്രം പോകാനുള്ള സ്ഥലം അങ്ങനെ അല്ല, ഒരു മിനിറ്റ്, അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പിന്നെ ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പറഞ്ഞ അവസാനിപ്പിക്കാൻ അതല്ല, ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിന്റെ മുന്നിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ആ സ്കൂളിലെ കുട്ടികളെല്ലാം ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോൾ ഓടി വരുമ്പോഴത്തേക്കും കയ്യും കൊടുത്ത് ബിസ്ക്കറ്റും പിന്നെ അല്ലെങ്കിൽ മിഠായും കൊടുത്ത്, അയ്യോ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ വന്നു എന്നുള്ള ആകാംക്ഷ പോലെ എല്ലാവരും പോയി കെട്ടിക്കിടിക്കുമ്പോൾ ഇതാണ് കേരളത്തിന്റെ വികാരം എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഇതിനേക്കാൾ അപ്പുറം വരും. മാറി നിൽക്കുന്ന പറയുന്ന വികാരത്തെക്കാളും അത് നല്ലതാ. അപ്പൊ ശരി, അപ്പോൾ ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന് 5 പേരും.
Meet the editors.